യെസ്. SSC GD എക്സാം എഴുതുമ്പോൾ SSC GD മാത്രമല്ല SSC പരീക്ഷകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ ബുദ്ധിമുട്ടാവുന്നത് മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻസ് ഉള്ളത്. ഒന്ന് ഈ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പല പല ടോപ്പിക്കുകളിൽ നിന്ന് വരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ചോദ്യമുണ്ട്, സ്ഥിരമായി ചോദിക്കുന്നതാണ്. അതെങ്ങനെ ഒരു 10 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്യാം, അത് സോൾവ് ചെയ്യാനുള്ള എക്സാമ്പിളുകൾ അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാം. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തതും അഞ്ചാമത്തതും തൊട്ട് നിങ്ങൾക്ക് തന്നെ 10 സെക്കൻഡിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് ആദ്യം തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇത് മാത്രമല്ല, ഈ ഒരു സെറ്റ് മാത്രമല്ലല്ലോ, അങ്ങനത്തെ ഒരുപാട് ടൈപ്പുകൾ ഉണ്ടല്ലോ ഈ ലോകത്ത് നമ്മൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എല്ലാം പഠിക്കണം, നിങ്ങൾക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ലിങ്കാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് തരും. നമ്മൾ ഇവിടെ ഇരുന്ന് മാത്സ് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയി നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങളുടെ ഭാഗമായി പഠിക്കാവുന്നതാണ്. ഓക്കെ, വേറെ അതിന് ഡിമാൻഡ് ഒന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കാം. ശരി, എന്താണ് നമുക്ക് ഇവിടെ ഇന്ന് ചെയ്യാനുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഒരുപാട് എക്സാമുകൾക്ക് പല പല ടോപ്പിക്കുകളിൽ നിന്ന്, ഉദാഹരണം പറയുകയാണെങ്കിൽ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. സ്പീഡ് 10 km/h എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെൻസുറേഷൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. മെൻസുറേഷൻ എന്താ ഏരിയ? മെൻസുറേഷൻ എന്ന് പറഞ്ഞ ഏരിയ, വോളിയം, അതൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ചില ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഇനി ടൈം ആൻഡ് വർക്ക്, ഇതുപോലത്തെ ടോപ്പിക്കുകളിൽ നിന്നും ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ്, ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണ് ആ ട്രിക്ക് എന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആ സാധനം കാണുമ്പോൾ പെട്ടെന്ന് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കരുത്. പറ്റാനുള്ള വഴിയും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണാം. നമ്മൾ 10 ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രൈസ് ഓഫ് ഷുഗർ 25% കൂടിയിട്ടുണ്ട്, 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര കുറയണം? 1/5 ആയിരിക്കണം, 20% ആയിരിക്കണം. ഉത്തരവായി. എന്താണ് ഇവിടെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരാളെ നിങ്ങൾ പഠിച്ചിരിക്കണം. അയാളാണ് പേഴ്സൻറ്റേജ് ടേബിൾ. പേഴ്സൻറ്റേജ് ടേബിളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂസ് നമ്മളൊന്ന് പഠിച്ചു വെക്കാം. അതായത് ഒരു ക്വസ്റ്റ്യനിൽ 50% എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് 50% വരണ്ട, 1/2 എന്നേ വരേണ്ടതുള്ളൂ. 33% എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 1/3 എന്ന് വേണം ഓർക്കാൻ. ഓക്കെ, 33.33% എന്ന് കണ്ടു കഴിഞ്ഞാൽ 1/3 ഓർക്കണം. അതുപോലെ അതിന്റെ ഇരട്ടി 66.66 കാണുകയാണെങ്കിൽ 2/3 ഓർക്കണം. 1/3 2/3. ഇനി 25% കാണുകയാണെങ്കിൽ 1/4 എന്ന് ഓർത്തോണം. 75%, അതായത് 3/4 കാണുകയാണെങ്കിൽ 3/4, അതാണല്ലോ 3/4. ഇനി 20%, 20% കാണുകയാണെങ്കിൽ 1/5 എന്നും, 40% കാണുകയാണെങ്കിൽ 2/5 എന്നും, 60% കാണുകയാണെങ്കിൽ 3/5 എന്നും, 80% കാണുകയാണെങ്കിൽ 4/5 എന്നും ഓർത്തോണം, പഠിച്ചോണം. ശരി, 16.66 കണ്ടു കഴിഞ്ഞാൽ 1/6, 14.28 കണ്ടു കഴിഞ്ഞാൽ, ഇതാണ് പഠിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് പറയാറുള്ളത്. 28ന്റെ പകുതിയാണ് 14. 14ന്റെ പകുതി ആരാ? 7 അല്ലേ? അപ്പൊ 1/7. ഇനി 12% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇവരെ പഠിക്കേണ്ട 1/2, 1/3, 1/4, 1/5, 1/6, 1/7, 1/8. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ 25% എന്ന് കണ്ടാൽ 1/4 എന്ന് വേണം ഓർക്കാൻ. ശരി, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യത്തിൽ എങ്ങനെ ഉണ്ടാവുക എന്നറിയാമോ? 2 ഘടകങ്ങൾ ഉണ്ടാവും. എ എന്ന് പറയുന്ന ഒരാളുണ്ടാവും, ബി എന്ന് പറയുന്ന ഒരാളുണ്ടാവും. അത് ചിലപ്പോ എന്താ പ്രൈസും കൺസംഷനും ആയിരിക്കാം. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ സ്പീഡും ടൈമും ആയിരിക്കാം, ചിലപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരിക്കാം, ചിലപ്പം എഫിഷ്യൻസിയും ടൈമും ആയിരിക്കാം. എന്തോ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുത്തൻ കൂടുമ്പോൾ മറ്റവൻ കുറയും. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് പോകുക, ഉദാഹരണം ബാംഗ്ലൂരേക്ക് പോവുക, വണ്ടി ഓടിച്ചാ പോകുന്നത്. സാധാരണ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ബാംഗ്ലൂർ എത്താൻ 10 മണിക്കൂർ വേണം. ഓക്കെ, ഇനി നിങ്ങൾ പോയപ്പോ നിങ്ങളെ സ്പീഡ് കുറച്ച് കുറഞ്ഞു പോയി. അതായത് സ്പീഡ് കുറച്ച് കുറഞ്ഞു പോയി. സ്പീഡ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ടൈം കൂടും അല്ലേ? സ്പീഡ് കുറയുമ്പോൾ ടൈം കൂടും.
അങ്ങനെയുള്ള രണ്ടുപേരെ ഇവർ രണ്ടുപേരും. ഒരുത്തൻ കൂടിയാൽ മറ്റവൻ എന്ത് ചെയ്യും? കുറയും. ഒരുത്തൻ കൂടിയ വാല്യൂ തരും. ചിലപ്പോ കൂടിയ വാല്യൂ ഇങ്ങനെ തരിക A/B. അപ്പൊ കുറയും എത്രയാണെന്നറിയാമോ? A/. നോക്കിയേ, കൂടുന്ന എത്രയാ? A/B. അപ്പൊ കുറയുന്ന എത്രയാ? കൂടിയത് തന്നിട്ട് കുറഞ്ഞതാ ചോദിക്കുക. കൂടിയത് A/B ആണെങ്കിൽ കുറഞ്ഞത് ആ A അങ്ങനെ തന്നെ എഴുതുക. താഴെ എഴുതുമ്പോൾ B+A എന്ന് എഴുതണം. താഴെ എഴുതുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതണം. ശരി. അതായത് നിങ്ങൾ കാണുകയാണ് 1/4 കൂടി. അപ്പൊ എത്രയാ കുറഞ്ഞിട്ടുണ്ടാവുക? 1/4 + 1 എത്രയാ? 5. 1/5 കുറഞ്ഞിട്ടുണ്ടാവും. ശരി. ഇനി ചിലപ്പോ കുറഞ്ഞത് തരും. 1/7 കുറഞ്ഞു എന്ന് പറയും. 1/7 കുറഞ്ഞു. കുറഞ്ഞത് തരിക എങ്ങനെയാടാ? ഈ മുകളിലുള്ള ആൾ അത് തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ അത് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഉള്ളതും കൂട്ടുമ്പോഴല്ലേ 7 കിട്ടുക. അപ്പൊ ഇവിടെ ആരാ ഉണ്ടാവേണ്ടത്? 6. അപ്പൊ കുറഞ്ഞവനെ തന്നാൽ കൂടിയവനെ കണ്ടുപിടിക്കാൻ പറ്റും, കൂടിയവനെ തന്നാൽ കുറഞ്ഞവനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത്രയും നിങ്ങൾ ഒരു പുക പോലെ ഇരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലായിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ദ പ്രൈസ് ഓഫ് ഷുഗർ ഇൻക്രീസസ് ബൈ 25%. എടാ, നിങ്ങൾ ഒരു ദരിദ്ര കുടുംബത്തിൽ ജീവിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് കൂടുതൽ ചെലവാക്കാൻ പഞ്ചസാരയ്ക്കൊന്നും വേണ്ടി ഒരുപാട് പൈസ കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ എത്രയാണ് കൊടുക്കുന്നത് അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പഞ്ചസാരന്റെ വില കൂടിയാൽ നിങ്ങൾ എന്താ തീരുമാനിക്കുക? പഞ്ചസാര വാങ്ങുന്ന അളവ് കുറയ്ക്കാം, അല്ലാതെ കൂടുതൽ പൈസ കൊടുത്ത് പഞ്ചസാര വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് പഞ്ചസാരയും കൂടിയാണല്ലോ. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചു പ്രൈസ് കൂടിയാൽ വാങ്ങുന്ന അളവ് കുറയ്ക്കാം. ആ പ്രൈസ് എത്രയാ? 25% കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം കൺസംഷൻ കുറയ്ക്കണം? കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങുന്ന അളവ് എത്ര കുറയ്ക്കണം എന്ന് ചോദിച്ചു. എടാ, പ്രൈസ് 25% കൂടി. അപ്പൊ 25%ന്റെ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കൂടുന്നത് 1/4 ആണ്. അപ്പൊ കുറയുന്നത് എത്രയായിരിക്കും? 1/5 ആയിരിക്കും. 1/5 ആരാ? കുറയുന്നത് എത്രയാണെന്ന ചോദ്യം. 1/5 ആരാ? 20%. അപ്പൊ കുറയുന്നത് 20%. ശരി. ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാനുണ്ട്. നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. എ പേഴ്സൺസ് ഡ്രൈവിംഗ് സ്പീഡ് ഡിക്രീസസ് ബൈ 20%. ഒരാളെ സ്പീഡ് കുറഞ്ഞു. സ്പീഡ് കുറയുമ്പോൾ ടൈം കൂടും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നു. ബാംഗ്ലൂർ പോകുന്ന കേസ് വെച്ചിട്ട് സ്പീഡ് 20% കുറഞ്ഞു. 20% എന്ന് പറഞ്ഞാൽ ആരാ? ഓർമ്മയുണ്ടോ? 1/5 ആണ്. അപ്പൊ കുറയുന്നത് 1/5 ആണ്. ഇനി എന്താ ചോദ്യം? ഡ്യൂ ടു ഹെവി ട്രാഫിക് ബൈ വാട്ട് പെർസെന്റേജ് വിൽ ദ ട്രാവൽ ടൈം ഇൻക്രീസ്? ടൈം എത്ര കൂടും? സ്പീഡ് കുറഞ്ഞാൽ ടൈം കൂടും അല്ലെ. ടൈം എത്ര കൂടും? 1/5 ആണ് കുറഞ്ഞത്. അപ്പൊ 1 അങ്ങനെ തന്നെ എഴുതുക. 1ഉം ഇവിടെയുള്ള വാല്യൂ കൂട്ടിയപ്പോഴാണ് 5 കിട്ടിയത്. അപ്പൊ ഇവിടെ ഉള്ള വാല്യൂ 4 ആയിരിക്കും. അപ്പൊ കൂടിയത് 1/4 ആണ്. 1/4 ആരാ? ഓർമ്മയുണ്ടോ? 25%. 1/4 എന്ന് പറഞ്ഞാൽ 1/4 അല്ലെങ്കിൽ 25%. ശരി. അടുത്ത ചോദ്യം നോക്കാം. ഒരാളെ സാലറി 33.33% കൂടി. ഞാൻ ഇനി എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യൂലേ. 33.33% ആണ് ഒരാളെ സാലറി കൂടിയത്. 33.33 പറഞ്ഞാൽ 1/3. 1/3 കൂടി എന്നല്ല, 1/3 കൂടുതലാണ് ബിനേക്കാളും. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് പെർസെന്റേജ് ഈസ് ബി സാലറി ലെസ് ദാൻ എ? അങ്ങനെയാണെങ്കിൽ ബിന്റെ വെച്ച് നോക്കുമ്പോൾ എന്റെ വെച്ച് നോക്കുമ്പോൾ ബിന്റെ സാലറി എത്ര കുറവാണ്? അപ്പൊ കൂടുതൽ 1/3 ആണ്. അപ്പൊ കുറവ് എത്രയായിരിക്കണം? 1/3 + 1 4. 1/4 ആരാ? 25%. ഓക്കെ. അടുത്ത ചോദ്യം. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. ലെങ്ത്, നീളം. ഒരു ചതുരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിന്റെ നീളം 50% കൂട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിഡ്ത്ത്, അതിന്റെ വീതി എത്ര കുറയ്ക്കണം? ടു മെയിൻറ്റെയിൻ ഒറിജിനൽ ഏരിയ. ഏരിയ മാറാൻ പാടില്ല. ഇക്വേഷൻ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് നോക്കിയാ ഒന്നും വേണ്ട. ലെങ്ത് കൂടിയിട്ടുണ്ട്, ബ്രെഡ്ത്ത് എത്ര കുറയണം എന്നാ ചോദ്യം. ലെങ്ത് എത്രയാ കൂടിയത്? 50% എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. കൂടിയത് 1/2. അപ്പൊ കുറയുന്ന എത്രയായിരിക്കും? 1/3. 1/3 ആരാന്ന് ഓർമ്മയുണ്ടോ? 33. സിമ്പിൾ. അടുത്ത ചോദ്യത്തിൽ ഒരു സാധനത്തിന്റെ വില 25% കുറഞ്ഞു. കുറഞ്ഞതാണേ പറയുന്നത് കേട്ടോ. 1/4 കുറഞ്ഞു. അപ്പൊ എത്രയായിരിക്കും കൂടുന്നത്? 1 അങ്ങനെ തന്നെ എഴുതുക. ഇതും കൂട്ടുമ്പോഴാണ് വാല്യൂ 4 കിട്ടുക. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 3. 1/3 കൂടും. 1/3.
33.33. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ ഇല്ല. ഒന്ന് കൂടുകയാണ്, മറ്റൊന്ന് കുറയുകയാണ്. വേറെ ഡാറ്റ ഒന്നും അവിടെ തന്നിട്ടുമില്ല. വർക്കർ എ ഈസ് 66.66% മോർ എഫിഷ്യന്റ് ദാൻ ബി. എ എന്ന് പറയുന്ന ആള് മറ്റേ ആളെക്കാളും 66% മോർ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നത്. 66 എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? 2/3. 66.66 2/3. By what percentage will the time taken by worker A be less than time taken by worker B? എടാ, ഒരാൾക്ക് എഫിഷ്യൻസി കൂടുതലാണെങ്കിൽ അയാൾക്ക് വേണ്ട ടൈം കുറവായിരിക്കില്ലേ? ഒരാൾക്ക് നല്ല കഴിവുണ്ട്, അപ്പൊ അയാൾ ചെറിയ സമയത്തിൽ പരിപാടി തീർത്തിട്ട് പോകും. ഓക്കെ, അപ്പോ എഫിഷ്യൻസി കൂടുകയാണ്, അപ്പൊ ടൈം എത്ര കുറവാണെന്നാ ചോദ്യം. കൂടുതലുള്ളത് 2/3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കുറയുന്നത് എത്രയായിരിക്കും? 2/2 + 3 5. 2/5 ആണെന്ന് ഓർമ്മയുണ്ടോ? നമ്മളെ ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2/5 40% ആണ് ആൻസർ, 40. ഇനി അഥവാ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, പെട്ടെന്ന് നിങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയില്ല, 2/5 100 കൊണ്ട് ഗുണിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും 40. അഥവാ ഫ്രാക്ഷന്റെ വാല്യൂ ഓർമ്മയില്ലെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചു നോക്കി ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, പെട്രോളിന്റെ പ്രൈസ് 40% കൂടി. 40% എന്ന് പറഞ്ഞാൽ 2/5 കൂടി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഡിസ്റ്റൻസ് കുറയ്ക്കേണ്ടത്? അതായത് എത്രയാണ് അളവ് കുറയ്ക്കേണ്ടത് എന്നാ ചോദ്യം. ഓക്കെ, അപ്പോ കൂടിയത് 2/5, കുറയുന്നത് എത്രയായിരിക്കണം ആലോചിച്ച് നോക്കിയേ. 2/2 5 7. 2/7 ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ 1/7 പറഞ്ഞു തന്നിട്ടുണ്ട്, 14.28. അപ്പൊ അതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ 2/7. ഓർത്ത് വെച്ചോ, 28.57. ഓക്കെ, നോക്കിയേ, 14.2ന്റെ ഇരട്ടി അല്ലേ 28 പോയിന്റ് എന്ന് വരുന്നത്? 28 പോയിന്റ് വരുന്ന ഒറ്റ ആൻസറേ ഉള്ളൂ, അതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, P's income is 16.66% ലെസ് ദാൻ Q's income. 16.66 എന്ന് പറഞ്ഞാൽ 1/6. 1/6 കുറവ്, അപ്പൊ എത്ര മോർ ആണെന്നാ ചോദ്യം. 1/6 കുറവാണെങ്കിൽ ഇവിടെ 6 എഴുതണമെങ്കിൽ ഇവിടെയുള്ള വാല്യൂ കൂട്ടണം, ഇവിടെ 5 ആയിരിക്കണം. ഓക്കെ, 1/5 കൂടുതൽ, 1/5 20%. അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ മിണ്ടണില്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. യെസ്, പുതിയൊരു പെർസെൻറ്റേജ് പഠിച്ചു വെച്ചോ. 1/9 എന്ന് പറഞ്ഞാൽ 11.11% ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, എന്നിട്ട് ആൻസർ 10 സെക്കൻഡിലാണോ കിട്ടിയത്, അതോ 1 മിനിറ്റ് എടുത്തോ, അതോ 2 മിനിറ്റ് എടുത്തോ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു തംസ് അപ്പോ ഒരു എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു ഇമോജി ഒക്കെ ഇട്ടിട്ട് ആ സന്തോഷം എന്നെ അറിയിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയും ചെറിയ കാര്യമാണ്. ആൻഡ് ഈ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇനി ചാപ്റ്റർ സ്ഥിരം ടോപ്പിക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാട്ടോ. നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത ഒരു സെഷനിൽ അടുത്തൊരു ടോപ്പിക്കിന്റെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തിൻ്റെങ്കിലും ഒക്കെ വീഡിയോ ആയിട്ട് കാണാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറന്നുപോയി.